തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. നഗരസഭയുടെ പ്രവർത്തനം ഇലക്ഷനെ ബാധിച്ചു. തെരഞ്ഞെടുപ്പിൽ കണ്ടത് അടിത്തറ ഇളക്കുന്ന ഫലമെന്നും CPM പാർട്ടി അവലോകന റിപ്പോർട്ടിൽ പരാമർശപരികളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിനോദ് ചേരുകയാണ്. വിനോദ്, കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനമുണ്ടായത്. ഇപ്പോൾ നഗരസഭയുടെ പ്രവർത്തനത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന വിമർശന സ്വരങ്ങൾ തന്നെയാണോ ശക്തമാകുന്നത്? തീർച്ചയായും സുരേഷ, നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായത് വലിയ തിരിച്ചടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു. ആ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഒരു അവലോകനം നടന്നിട്ടുള്ളത്. ആ അവലോകനത്തിൽ കൃത്യമായ വിലയിരുത്തലോടുകൂടി പാർട്ടി ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയാണ്. വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന 3ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി പിന്നോട്ട് പോയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് പരിശോധിക്കുമ്പോഴാണ് പാർട്ടി പറയുന്നത് തിരുവനന്തപുരത്തെ മേയർ അഹങ്കാര സ്വഭാവത്തോടു കൂടി പെരുമാറുന്നു എന്നുള്ള പരാമർശമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിൻ്റെ ബാക്കി മൂന്നാം ദിവസത്തേക്ക് ചർച്ച കടക്കുമ്പോഴാണ് നഗരസഭയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല, ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ള ശക്തമായ വിമർശനം വരുന്നു. പ്രത്യേകിച്ചും മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ ഓഫീസിലെത്തുന്നവരോടും ജീവനക്കാരോടും ഒക്കെ തന്നെ അഹങ്കാര സ്വഭാവത്തോടു കൂടി സംസാരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, മേയറുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു കേസുമായി ബന്ധപ്പെട്ട് KSRTC ബസ് മേയറും ഭർത്താവും അടങ്ങുന്ന സംഘം കാറിൽ വന്ന് അത് നടു റോഡിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്മേലുള്ള കേസുകളും നടക്കുന്നു. അപ്പോൾ പാർട്ടി വിലയിരുത്തുന്നത് ആ മെമ്മറി കാർഡ്, പ്രത്യേകിച്ചും KSRTC ബസ്സിലെ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നെങ്കിൽ കൂടുതൽ അവമതിപ്പുണ്ടായേനെ, മേയറുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞേനെ എന്നുള്ള വിനോദം പറഞ്ഞതുപോലെ തന്നെ ആ കാർഡ് കിട്ടാത്തൊരു ഭാഗ്യമായി പോയി എന്നാണ് വിമർശനം ഉണ്ടായതല്ലേ? തീർച്ചയായും സുരേഷ്, അങ്ങനെയാണ്. ആ കാർഡ് കിട്ടിയിരുന്നെങ്കിൽ മേയറുടെ ഭർത്താവായിട്ടുള്ള MLA സച്ചിൻ ദേവ് KSRTC ബസ്സിൽ കയറുന്നതും നിങ്ങൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ ജനങ്ങൾ കാണുമായിരുന്നു. അതുകൊണ്ട് മെമ്മറി കാർഡ് കിട്ടാതെ പോയത് ഭാഗ്യം എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അത് മാത്രമല്ല, ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഇത്തവണ പിണറായി പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ജില്ലാ കമ്മിറ്റി എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിച്ച് വന്നത്. പ്രത്യേകിച്ചും V. ജോയിയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം കടുത്ത പിണറായി പക്ഷക്കാരനാണ്. എന്നിട്ട് പോലും ആ ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം പിണറായിക്കെതിരെ വരെ പോലും ഉണ്ടായി. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഇരുമ്പ് മറ പോലെ പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് അടുക്കാൻ കഴിയുന്നില്ല, എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വരെ ഉണ്ടായിരിക്കുകയാണ്. അതായത് വിനോദ്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി ഈ CPM-നെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്കാണ് പലപ്പോഴും മുഖ്യമന്ത്രി പോവുക. അതിനെ എതിർക്കാൻ പോലും പലരും ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ ഒരു പഴയ ചിത്രം മാറി, മുഖ്യമന്ത്രി ശൈലി മാറ്റാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവ്, അതിശക്തമായ വിമർശനം ഉന്നയിക്കാനും ഇങ്ങനെ ഓരോ തരത്തിലും എവിടെയാണ് പിഴവുകൾ വന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനും, അല്ലെങ്കിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താനും ജില്ലാ കമ്മിറ്റിയെയും ബ്രാഞ്ച് കമ്മിറ്റി ആയാലും ഏരിയ കമ്മിറ്റി ആയാലും നിർബന്ധിതമാക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം അല്ലേ സുരേഷ്? അങ്ങനെ തന്നെ നമ്മൾ വായിക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, VS അച്യുതാനന്ദൻ്റെ കാലത്താണ്, അല്ലെങ്കിൽ VS വളരെ ശക്തമായി പാർട്ടിയിൽ ഇടപെടുന്ന കാലത്താണ് കൃത്യമായി പിണറായിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു പ്രമുഖ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് VS-ന്റെ ഒരു ചിത്രം കേരള ജനത മനസ്സിൽ സൂക്ഷിച്ചത്. പക്ഷേ VS ഇപ്പോൾ പ്രായാധിക്യം കാരണം വീട്ടിൽ വിശ്രമിക്കുന്നതിനാൽ അത്തരത്തിൽ പാർട്ടിയിൽ ഒരു തിരുത്തൽ നേതാവായി, അല്ലെങ്കിൽ കൃത്യമായി തെറ്റിനെ ചൂണ്ടിക്കാട്ടുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഒരാളിനെ പോലും നമുക്ക് എടുത്തു കാണാൻ കഴിയുന്നില്ല. സംസ്ഥാന തലത്തിൽ പോലും അത്തരത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ധൈര്യമുള്ള, നട്ടലുള്ള ഒരു നേതാവോ ഒരു സെക്രട്ടറിയോ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് പല ജില്ലാ കമ്മിറ്റികളും തുറന്ന് പിണറായിയെ എതിർക്കുന്ന സമീപനം, അല്ലെങ്കിൽ പിണറായിയുടെ ശൈലി മാറണം എന്ന് പറയുന്നു. പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയിൽ പോലും അത്തരത്തിലുള്ള കരമന ഹരിയെ പോലുള്ള നേതാക്കൾ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനമുള്ള മുതലാളിമാർ ഈ നഗരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത സ്വരാജ് പറഞ്ഞത് ആരാണ് മുതലാളി എന്ന് പറയണം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വിമർശനത്തിന് തടയിടാനാണ് ശ്രമിച്ചത്. മുഖ്യമന്ത്രിയെ മാത്രമല്ല, ടൂറിസം മന്ത്രി, അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ടൂറിസം മന്ത്രി, അതുപോലെ സ്പീക്കർക്ക് ഇവിടുത്തെ ചില മെഡിക്കൽ ഷോപ്പിലെ പ്രധാനപ്പെട്ട ചില ആളുകളുമായി ഇടപാടുണ്ട് എന്ന് വരെ കോൺഗ്രസ്സുകാർ പോലും പറയാൻ കഴിയാതിരുന്ന ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും പിണറായിയുടെ
പിണറായിസത്തിനെതിരെ ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ കടുത്ത വിമർശനം വന്നിരിക്കുന്നു. വിനോദ്, ഒപ്പം ഈ നഗരസഭയ്ക്കെതിരെ വിമർശനമുണ്ടായ ഒരു സാഹചര്യം, ഇന്നലെ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനമുണ്ടായ സാഹചര്യം. പക്ഷേ ആര്യ രാജേന്ദ്രനെ ഒരു അവസരം കൂടി നൽകാം. നിലവിൽ ഒരു കർക്കശമായ നിലപാടിലേക്ക്, നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ് നിർദ്ദേശം വരുന്നത്. കാരണം നമ്മൾക്കറിയാം KP, അടുത്ത വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആര്യ രാജേന്ദ്രനെ മുമ്പിൽ നിർത്തി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറിനെ അവതരിപ്പിച്ച പാർട്ടിയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു സംഘടനാ സംവിധാനം കൊണ്ട് അവർ മുമ്പിലേക്ക് പോകാൻ ശ്രമിച്ചതാണ്. പക്ഷേ ആര്യ രാജേന്ദ്രനെ പോലെ ഒരു ചെറുപ്പക്കാരി ഏത് തരത്തിലാണ് നഗരത്തിലെ ജനങ്ങളോട്, സാധാരണ ജനങ്ങളോട്, ആ ഓഫീസിലെ ജീവനക്കാരോട്, സഹപ്രവർത്തകരോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഇതിനകം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അല്ല എങ്കിൽ പബ്ലിക്കിൽ ഓടുന്ന ഒരു KSRTC ബസ് പരസ്യമായി രാത്രി തടഞ്ഞു നിർത്തി ഡ്രൈവറെ അസഭ്യം പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള പെരുമാറ്റം കാണിക്കുന്ന മേയറാണ് തിരുവനന്തപുരം ഭരിക്കുന്നത് എന്ന് കാണുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ കാര്യമാണ്. ഒരു മേയറെ സംബന്ധിച്ച് അവർക്ക് പോലീസിൽ പരാതിപ്പെടാം, നേരിട്ട് നിയമ സംവിധാനത്തോട് ആവശ്യപ്പെടാം. അതൊന്നും ആവശ്യപ്പെടാതെ നിയമം കയ്യിലെടുക്കുന്ന ഒരു മേയറും അവർക്കൊപ്പം തുള്ളുന്ന ഒരു ഭർത്താവായ ഒരു MLA-യുമാണ് ഈ പാർട്ടിക്കുള്ളത്. അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരം തന്നെ നേമം, അതുപോലെ തന്നെ തിരുവനന്തപുരം ഈസ്റ്റ്, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം പാർട്ടി താഴെ പോയി. അവിടെ എല്ലാം ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് BJP ആണ്. കാരണം BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന ജില്ല തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരമാണെന്ന് പാർട്ടി കൃത്യമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പിണറായിസം കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു വോട്ടും ഇനി കിട്ടില്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നത്. KP. Yes.